വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഉന്നം വയ്ക്കുന്ന ക്രൈസ്തവ വോട്ട് ബാങ്ക് ഏത് വിധേനയും വരുതിയിലാക്കുക എന്നതാണ് അജണ്ട. കേരളത്തിൽ ബി.ജെ.പി. തലപ്പത്തേക്കും ചുമതലകളിലേക്കും ക്രൈസ്തവ വ്യക്തിത്വങ്ങളെ ചുമതലപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിൽ ഏറെ നിർണായകമായ ജനകീയമായ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ബി.ജെ.പിയുടെ വികസന മുന്നേറ്റ യാത്രയുടെ വേദിയിലെത്തിയ പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി.ജെ.പിയുടെ വമ്പൻ തുറുപ്പിച്ചീട്ടാണ്. തൃശൂരിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയുടെ വേദിയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. കഴിഞ്ഞ വർഷം RSSന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിൽ നടന്ന പരിപാടിയിലും ഔസേപ്പച്ചൻ പങ്കെടുത്തിരുന്നു. അന്ന് RSSനെയും മോദിയെയും ഔസേപ്പച്ചൻ പുകഴ്ത്തി പറഞ്ഞത് വലിയ ചർച്ചയുമായിരുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ബി.ജെ.പി. വേദിയിൽ ഔസേപ്പച്ചന്റെ സാന്നിധ്യം എന്നത് ശ്രദ്ധേയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഔസേപ്പച്ചൻ മത്സരിക്കും എന്നുള്ള അഭ്യൂഹം ഇപ്പോൾ ശക്തമാവുകയും ചെയ്തു. വേദിയിൽ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഔസേപ്പച്ചനെ ബി ഗോപാലകൃഷ്ണൻ ക്ഷണിക്കുകയും ചെയ്തു. ഔസേപ്പച്ചനെ പോലുള്ള ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നാണ് ബി.ജെ.പി. ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹത്തിന് വേണ്ടി തങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി ആശയം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പരിപാടിയിൽ സംസാരിക്കവേ ഔസേപ്പച്ചനും പറഞ്ഞു. ഭാരതം, നമ്മുടെ രാജ്യം, നമ്മുടെ അമ്മയാണ്. സംസ്കാരത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ രാജ്യമാണ്. മക്കളായ നമ്മൾ എല്ലാവരും ഒരേ ചിന്തയിൽ ഒത്തൊരുമയോടെ വളരേണ്ടവരാണ്. ജാതിമത ഭേദമന്യേ ആശയങ്ങളിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. മറ്റ് രാജ്യങ്ങളെക്കാളും ഒരുപാട് വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതിനുള്ള തയ്യാറെടുപ്പ് കുറച്ചു കാലമായി നടക്കുന്നു. ഇനിയും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം. ഇവിടെ ആശയങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ഒരമ്മ പെറ്റ മക്കളിൽ തന്നെ പലർക്കും പല ഇഷ്ടങ്ങളും ഉണ്ടാകാം. പക്ഷേ അവരുടെ കുടുംബത്തിന് വേണ്ടി അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഓരോ ഭാരതീയനും ചെയ്യേണ്ട കടമ എന്നും അദ്ദേഹം പറഞ്ഞു. ബി ഗോപാലകൃഷ്ണനെയും ഔസേപ്പച്ചൻ പ്രകീർത്തിച്ചു. ബി ഗോപാലകൃഷ്ണൻ ഏറ്റവും പ്രാപ്തനായ വ്യക്തിയാണ്. എവിടെയൊക്കെ കുഴപ്പങ്ങളുണ്ടോ, ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം ശരിയാക്കുന്ന കോടതിയിലാണ്. അത് തന്നെയാണ് അദ്ദേഹം വ്യക്തി ജീവിതത്തിലും ചെയ്യുന്നത്. ജനങ്ങൾക്കിടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് നല്ല ചിന്താശേഷിയുണ്ട്. അദ്ദേഹം നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു എന്നുകൂടി ഔസേപ്പച്ചൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്.